ട്രിപ്പിൾസ് ആൻഡ് അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ പോയപ്പോഴുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. രാവിലെ 5:30 ബാംഗ്ലൂരിലെത്തിയ ഞങ്ങൾ മടിവാള എന്ന സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറി. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. റൂമിലെത്തിയ ഉടനെ തന്നെ എല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടർലയിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ അടുത്താണ് എൻ്റെ വല്യമ്മയുടെ മകൾ താമസിക്കുന്നത്. ഇലക്ട്രോണിക് സിറ്റി എന്ന സ്ഥലത്താണ് അവൾ താമസിക്കുന്നത്. ഞാനും ചേട്ടനും കൂടി അവളുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് മോനെയും അനിയത്തിയെയും വിളിച്ചുകൊണ്ട് വണ്ടർലയിലേക്ക് പോകാനാണ് പ്ലാൻ. ഒരു സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യം. തലേ ദിവസം വിളിച്ചപ്പോഴും ഞങ്ങൾ മൂകാംബിക പോകുന്നു എന്നാണ് അവളോട് പറഞ്ഞത്. അപ്പോൾ അവളുടെ അടുത്തെത്തി. എന്നിട്ട് അവളെയും മോനെയും കൂട്ടിക്കൊണ്ട് വണ്ടർലയിലേക്ക് തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ അവൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയുള്ള ക്ഷേത്രങ്ങളും അവിടുത്തെ സ്റ്റോറുകളും മാളുകളും അങ്ങനെ ഓരോ കെട്ടിടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വണ്ടർലയിലെത്തി. വണ്ടർലയിലെത്തിയപ്പോഴേക്കും എൻ്റെ അമ്മയും മക്കളും ചേട്ടൻ്റെ അനിയനും ഫാമിലിയും എത്തിയിരുന്നു. ഞങ്ങളങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഈ ഡ്രസ്സ് കാഷ്വൽ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് പൂളിലിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുഞ്ഞു കുട്ടികൾക്കുള്ള റൈഡുകളിലാണ് ആദ്യം പോയത്. ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ എല്ലാ റൈഡുകളിലും പൂളുകളിലും പോയി എല്ലാവരും ഒരു ദിവസം മൊത്തം എൻജോയ് ചെയ്തു. 6 മണിയാകുമ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്യും. 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ബസ്സിലാണ് ഞങ്ങൾ തിരിച്ചത്. അനിയത്തിയെ അവളുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണം. അപ്പോൾ ഞാനും ചേട്ടനും അമ്മയും കൂടിയാണ് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയത്. എന്നിട്ട് നേരെ റൂമിലെത്തി. പിറ്റേന്ന് രാവിലെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും എൻട്രി പാസ് എടുത്തതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. പലതരത്തിലുള്ള വൃക്ഷങ്ങളും പൂക്കളും ചെടികളും ഇവിടെ കാണാം. ഇതിവിടുത്തെ മാപ്പാണ്. ഇതിൽ നോക്കി അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട് ബാക്കിയുള്ളവരും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാട്ടർഫാൾ, ഫൗണ്ടൻ എന്നൊക്കെ അവൻ പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ലാൽബാഗ് ഗാർഡൻ 16-ാം നൂറ്റാണ്ടിൽ ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനായ കെംപെ ഗൗഡ ഒരു പുരാതന വാച്ച് ടവറിനടുത്താണ് ഇത് സ്ഥാപിച്ചത്. 240 ഏക്കർ വിസ്തൃതിയിൽ 4.5 കിലോമീറ്ററോളം നീളമുള്ള മതിലിനാൽ ഇത് സംരക്ഷിക്കപ്പെടുന്നു. ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ചേർന്ന് 40 ഏക്കർ സ്വകാര്യ രാജകീയ ഉദ്യാനമായി സ്ഥാപിച്ചു. ലോകമെമ്പാടുമുള്ള അതിശയകരമായ സസ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഗ്ലാസ് ഹൗസ്, ട്രീ സ്കൾപ്ചർ സോൺ, വാട്ടർഫാൾ, ഫൗണ്ടൻ, ബാൻഡ് സ്റ്റാൻഡ് തുടങ്ങി നിരവധി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. മുളങ്കാടുകളും അതിന് നടുവിലായി ഒരു തടാകവും തടാകത്തിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു പൂന്തോട്ടവും കണ്ണിന് കുളിർമ നൽകുന്നതാണ്. കിളികളുടെ കളകലരവം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കേൾക്കാം. ഞങ്ങളിതൊക്കെ കേട്ടും കൊണ്ട് മുന്നോട്ട് നടന്നു. ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും അവയുടെ അവശേഷിപ്പുകളും അപ്പൂപ്പൻ താടിമരങ്ങളും പനമരങ്ങളും ഇവിടെ കാണാം. മുളം കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഇൻസെക്ട്സ് കഫേ നമുക്ക് കാണാൻ കഴിയും ഇവിടെ.
മോന് സുഖമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലായിടവും കയറി കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കയറി കണ്ടുള്ളൂ. ഗ്ലാസ് ഹൗസ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പൂപ്പൻ താടി മരത്തിൽ നിന്ന് അപ്പൂപ്പൻ താടി എടുത്തുകൊണ്ട് മക്കളിങ്ങനെ എൻ്റെ കയ്യിൽ തന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. മരം വെറുതെ പാഴ്മരമാക്കി കളയാതെ അതിൽ മുഴുവനായി ശില്പം കൊത്തി ഉണ്ടാക്കി വച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയായിരുന്നു അത്. മരങ്ങൾ വെട്ടിയ അതിൻ്റെ കുറ്റികളിൽ പോലും ഓരോ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലവർ ഷോ നടത്തുന്ന സമയത്താണ് കൂടുതൽ ഭംഗി ഇവിടെ വരാനെന്നാണ് എൻ്റെ അനിയത്തി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ബസ് കയറി. താങ്ക്സ് ഫോർ വാച്ചിങ്.